അയ്യോ, തനിങ് വന്നേ. വാ. പെട്ടെന്ന് ചിരി വരുമല്ലേ? ചിരിപ്പിക്കുകയും ചെയ്യും. ഇയാളെന്താ ഇവിടുത്തെ ആസ്ഥാന തമാശക്കാരനാണോ? ഏയ്, ഞാനൊരു തമാശക്കാരനെന്ന് എല്ലാരും പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല സാറേ. വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ വളിപ്പ് വിളിച്ച് പറയും. അത് കേട്ട് ഇവിടുത്തെ പോലീസുകാർ ചിരി ചിരി ചിരി. എന്താ സാർ ഇപ്പൊ ഇയാൾ ചിരിച്ചെന്തിനാ? സാറ് കലക്കി സാറേ. എനിക്ക് ഇഷ്ടായി. ഇവന്മാരുടെയൊക്കെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ പറ്റിയ പോലീസുകാരെ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല സാറേ. സാറ് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടാണ്ട് ഇട്ടു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് കുമ്പിട്ട് എടുത്താ മോനെന്ന് പറയണം. അവൻ അങ്ങോട്ട് കുനിയുമ്പോണ്ടല്ലോ അവന്റെ കുണ്ടലിൽ നോക്കിട്ട് ഒറ്റ കേറ്റാണ് കൊടുക്കണം സാറേ. ഉത്തമ. ഓ ഉത്തമൻ ഇങ്ങ് വാ. ഓ, ഉത്തമന്റെ വീട് എവിടെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീടും കൂടുന്നില്ല സാറേ. ഞാനൊരു ആകാശപ്പറവയാ. അമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ഓർമ്മ മാത്ര, വ്യക്തമല്ലാത്തൊരു ഓർമ്മ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ എവിടെയോ ഒരു അച്ഛനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 6-7 വയസ്സ് മുതൽ ഞാൻ ഇവിടെ തന്നെ. ഇവിടുത്തെ സാറന്മാർക്ക് ബീഡിയും മുറുക്കാനും സിഗരറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇവിടത്തെ ഒരാളായിട്ട് താമസം ഇവിടെ തന്നെയാ. അപ്പൊ കിടപ്പ് ലോക്കപ്പിലാണോ? അയ്യോ അല്ല സാർ, ഇടിവിട്ട് മഴയും വരും അതിനകത്ത് കയറി കിടക്കും. ലോക്കപ്പ് ഫ്രീ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഇവിടെയാണ് എന്റെ സ്ഥിരതാമസം. ഈ വാട്ടർ ടാങ്കിന്റെ ചോട്ടില്. ഇവിടെ ആവുമ്പോ എപ്പോഴും ഒരു നോട്ടം കിട്ടേ. ഉത്തമ എന്നൊന്ന് വിളിച്ചാ എന്തോന്ന് വിളിയേക്കാൻ എളുപ്പമാ. കേറ്. എന്തിനാണ് സാർ? കേറ്, പറയാം. ഓ, ഇനി എന്ത് വേണം സാർ? അവിടെ ഇരിക്കുന്ന നിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്തോ. ഓ, ഇവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറി. ഓ, എല്ലാം എടുത്തോ? ഓ, ഒന്നും മറന്നിട്ടില്ല? ഇല്ല സാർ. എന്നാ വാ. ഉത്തമ. ഓ, ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണല്ലോ. ഇത് 2 കൂട്ടർക്കുള്ള സ്ഥലമാണ്. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ ക്രിമിനൽസ്. മൂന്നാമതൊരാൾക്ക് ഇവിടെ ചാൻസ് ഉണ്ടോ? അതില്ല സാർ. അതുകൊണ്ട് ഇന്നു മുതൽ ജീവിക്കാൻ നല്ലൊരു ജോലിയും താമസിക്കാൻ പുതിയൊരു സ്ഥലവും കണ്ടെത്തിക്കൊള്ളുക. പൊയ്ക്കോ സാർ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്, മനസ്സിലായോ? സാർ ഞാൻ സാർ ദൈവം ഇതെന്നെ പറഞ്ഞല്ലോ, നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. അയ്യോ സാർ, ദൈവത്തോർത്ത് അങ്ങനെയൊന്നും. എനിക്ക് ഈ ഉത്തമനി പോലീസ് സ്റ്റേഷൻ വിട്ടൊരു ജീവിതമില്ല സാർ. സാർ, ഞാൻ ഈ കാലി പിടിക്കാം. എന്റെ ഒക്കെ ഈ പോലീസ് സ്റ്റേഷനാ. എനിക്കുള്ളവരൊക്കെ ഇവിടെ ഉള്ളത്. ദൈവം ഇതെന്നെ പറഞ്ഞേക്കരുത് സാർ. ഇനി ഈ കോമ്പൗണ്ടിൽ എങ്ങാനും നിന്നെ കണ്ടാൽ പോലീസ് എന്താ പോലീസ് സ്റ്റേഷൻ എന്താന്ന് നീ മനസ്സിലാക്കും. സാർ, ഞാൻ വേണ്ട മോളെ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവനെ തല്ലിക്കൊന്നാലും ഇത്രയും സങ്കടം ഇല്ലായിരുന്നു. അതിനേക്കാൾ വേദന പിടിച്ച കാര്യമല്ലേ അയാൾ ചെയ്തത്? നാളെ ഡോക്ടറെ കാണാൻ പോകാനുള്ളതാ. നിങ്ങൾ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് SI കണ്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലോ? ഞങ്ങള് പോലീസുകാരല്ല, വകുപ്പ് മന്ത്രി പറഞ്ഞാൽ പോലും അയാൾ കുലുങ്ങില്ല. പിന്നൂരിയ ബോംബ് പോലെ അയാളുടെ നിപ്പും ഭാവവും നടപ്പും രീതിയൊക്കെ ഏത് നേരത്തായി എപ്പോഴാ പൊട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ആ പയ്യനില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നേരത്തിന് സ്കൂളിൽ പോവോ വരുവോ? അരി മീന് നേരത്തിന് കിട്ടോ? ഈ മനുഷ്യനെ കൊണ്ട് എന്തിനു കൊള്ളാം? പിള്ളേര് 3 എന്നിട്ട് എന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നു ഒറ്റ ഒന്നും മിണ്ടാതിരിക്കും. എന്തായാലും ഉത്തമൻ ഇവിടുന്ന് പോയതോടെ ഈ ക്വാർട്ടേഴ്സിലെ കാര്യങ്ങളാകെ അവതാളത്തിലായല്ലോ ചെറിയാൻ സാറേ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അവനെ പിടിച്ച് പുറത്താക്കിയേ. ചെറിയാനെ ആ കൊച്ചൻ എന്തിയടാ? കുറച്ച് തോടിന്റെ 3-ാം കടവിന്റെ തൊട്ടടുത്തൊരു അലക്കുകല്ലില്ലേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൻ അവിടെ പോയിരിക്കും. അലക്കുകാരി ആയിരുന്ന അവന്റെ അമ്മ
കുഞ്ഞുനാളിൽ അവനെ കഴുകി കുളിപ്പിച്ച് ആ കല്ലിന്മേലിരുത്തി തുണി നനയ്ക്കുന്നത് അവന് കണ്ട ഓർമ്മയുണ്ട് അത്രേ. മതിലിൽ ഉത്തമഞ്ചേട്ടന്റെ തല. എടാ, ഉത്തമേട്ടന്റെ തല മാത്രല്ല, ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എസ് ചെകുത്താൻ പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല, ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല, അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പവിടെയാണ്. ഉത്തമ, സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി സുഖക്കുറവുണ്ടോ നീ? ഇവനെന്ത് പറ്റി? ഉത്തമോ, പോലീസുകാര് ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? ആ, പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളാന്നുണ്ട്. അത് നിന്റെ പെട്ടതല തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അമ്മയ്ക്ക് വായുളി ഉറയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ, എന്തരാണടേ നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേലും പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലിനടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. എസ് ഐ സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഈ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളുടെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച എസ് ഐയും എസ് പിയും ഐ ജി ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു വഴിയുടെ? ഈ ബോംബ് കേട്ടോ, ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണങ്ങടെ മേടിച്ചിട്ട് അരയിലങ്ങടെ കെട്ടി ഞാൻ, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. ഈ സ്റ്റേഷൻ പോലെ ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താണോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? കർത്താവേ, എന്താ ആ പെണ്ണ് വരുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്. കണ്ടോ ചേച്ചി, ഞങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോ ആരുമില്ല. ഇത്രയും കാലം നിങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്തി ഇവിടെ കഴിഞ്ഞതല്ല ഉത്തമേട്ടെ. ഇപ്പൊ ഇത് നടു റോട്ടില് ആർക്കും ഒരു ദണ്ണുമില്ല. സാറേ, സാറേ, നിക്ക്, നിക്ക്, നിക്ക്. സാർ, മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടെ എന്റെ ഉത്തമേട്ടനെ പിരിച്ചു വിട്ടു അല്ലേ? പിരിച്ചുവിടാൻ അവനെ ആരും ഇവിടെ പോലീസ് എടുത്തിട്ടില്ലല്ലോ. ഒരുത്തൻ ചെറുപ്പത്തിലെ ഇവിടെ കയറി വന്ന് സ്ഥിരതാമസാക്കുക, വേറെ ആൾ ഇതിന്റെ ഇടയിൽ ചാടി കയറി വന്നിട്ട് അവനോട് പൊയ്ക്കോളാൻ പറയാ. കണ്ണി കണ്ടവര് മുഴുവൻ അതും പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് എന്നെ വെക്കിട്ട് കയറുക. മോളെ മഞ്ചാടിക്കുരു, ദണ്ണ ഇല്ലാഞ്ഞിട്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലാഞ്ഞിട്ടോ അല്ല. എസ് ഐ അങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യാ? മോളകത്തേക്ക് കയറി വാ, എല്ലാറ്റിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും. ഉള്ള വഴി മുട്ടിയില്ലേ? ഒരു തറ അവിടെ കെട്ടിയിട്ടിരിക്കുക, അതിന്റെ പുറത്ത് 4 കാല് കെട്ടിയിട്ടായാലും ഓല മെഞ്ഞിട്ടായാലും അത് നാക്കിയെടുക്കാൻ ഉത്തമേട്ടൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്ന് കയറുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എസ് ഐ വരണു എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു. വന്നപ്പോഴോ പാവപ്പെട്ടവന്റെ കഞ്ഞിന് മണ്ണിടാൻ ഒരു ലോറി മണ്ണായിട്ടാ വന്നത്. നീ വീട്ടിലേക്ക് പോയിക്കോ, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒക്കെ ശരിയാവും. നേരെ ആവണം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ആ പുരത്തരമെ കിടന്ന് ചാവും. എന്നിട്ട് നിങ്ങളാ കൊന്നതെന്ന് എഴുതി വെക്കും. അവിടെ നിൽക്ക്. അങ്ങനെ എഴുതി വെക്കുമ്പോ എന്നെ ഒഴിവാക്കി ഈ പാവപ്പെട്ടവരുടെ പേര് മാത്രം എഴുതിയാ മതി. എന്തൊരു ഇരിപ്പാണ്ടായത്. ഇത് അന്റെ പാടെ വീടാ, വല്ലാത്തൊരു വാസി തന്നെ. കേറി കിടക്കാൻ പറഞ്ഞാലോട്ടെ, കിടക്കൂല്ലാന്ന് വെച്ചാല്. പറഞ്ഞാ കേൾക്കാത്തൊരു അന്തിപ്പട്ടിണിയും കിടന്ന് അങ്ങാടിയിൽ നടക്കട്ടെ തെക്ക് പിടക്ക്.
ഓടി പോടി, നീ നിന്റെ പണി നോക്കി പോടി. എന്റെ അല്ലോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതിനിപ്പോ ഞാൻ മനുഷ്യനല്ല. അപ്പൊ ഞങ്ങളൊക്കെയോ? പോലീസുകാർ പണ്ടേ മനുഷ്യന്മാരല്ലോ. ആ, അത് നീ തന്നെ പറയണം. ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും ഒക്കെ പോലീസ് സ്റ്റേഷനില്. നിന്നെ ഇത്രയാക്കി വളർത്തിയതും പോലീസുകാര്. എന്നിട്ടും അവരോട് തന്നെ വിരോധം. എനിക്ക് ആരോടും ഒരു വിരോധവും. കാര്യം പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു തമാശ പറയട്ടെ. അതെ, ഊണും കഴിഞ്ഞ് ഏമ്പക്കുമിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങാടിയിൽ വന്ന് തമാശ പറഞ്ഞിട്ട് പോവാം. എന്റെ ജീവിതം കൊണ്ടാണല്ലോ നിങ്ങൾ പോലീസുകാർക്ക് തമാശ. ഞാൻ പറയാൻ പോണ തമാശ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ കേക്ക്. നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. എന്നാ അതിന് അവകാശമുള്ള ഒരാളുണ്ട്. SI സാറിന്റെ അമ്മ. ഞാൻ അവരെ കണ്ടു. നല്ല ഒന്നാന്തരം ഒറ്റപ്പാലത്തുകാരി, കൃഷ്ണഭക്തയായ ഒരു മേനോൻ സ്ത്രീ. അവര് പറഞ്ഞ മോൻ തട്ടില്ല, പക്ഷെ പറയിപ്പിക്കേണ്ട പണി നിന്റെ. കൊല്ലാൻ വരുന്ന കൊമ്പനെ വായിലെ നാവ് കൊണ്ട് തളയ്ക്കാൻ കഴിവുള്ള നിനക്ക് ഞാൻ പുതിയ നമ്പറുകൾ പറഞ്ഞു തരണോ എന്റെ ഉത്തമ? നീ അവിടെ ചെന്ന് ഉള്ള സത്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാ. മണി മണി പോലെ കാര്യങ്ങൾ നടക്കും. നടക്കും കുട്ടാ. നമസ്കാരം. അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? ആ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം തന്ന ആളിനെ അങ്ങനൊന്നും മറക്കാൻ പറ്റുമോ? വാതിൽ തുറന്ന അമ്മ ആദ്യം കാണുന്നത് ഗതികെട്ട് എന്റെ മുഖാവുണ്ടെന്ന് കരുതി മാറിയുന്ന. നല്ല കയ്യുമല്ല, നല്ല കണിയുമല്ല. അയ്യോ, എന്താ കുട്ടി ഇങ്ങനൊക്കെ പറയണേ? വേറെന്താ പറയാമേ, എന്റെ കാല് മണ്ണി കുത്തിയ പിന്നെ തന്തയും തള്ളയൊന്നും അധികം നിന്നിട്ടില്ല. ജന്മസുഹൃതം. ഇക്കണ്ട കാലമൊക്കെ സ്റ്റേഷനിലെ എല്ലാവരുടെയും എല്ലാമായിട്ട് കഴിഞ്ഞതാ. പക്ഷെ ഇപ്പോ ആരുടെ ആരും അല്ലാണ്ടായി. പോലീസ് അല്ലാത്ത ഞാൻ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊന്നും പണി ചെയ്ത് ജീവിക്കണ്ടെന്നും പറഞ്ഞ് SI സാർ പിടിച്ച് പുറത്താക്കി. എനിക്കെന്റെ അമ്മയെ കണ്ടതൊരു ഓർമ്മ മാത്ര. ആ അമ്മ സത്യം. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല, കഴിക്കില്ല. ഈശ്വര, വേണ്ടാതീനൊന്നും പറയല്ലേ കുട്ടി. പറഞ്ഞ് വിഷമിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. പറയാൻ എനിക്ക് ഈ ലോകത്താരാ? ഒരേ ഒരു മോനെന്നും പറഞ്ഞ് ജീവിക്കുന്ന അമ്മയല്ലേ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ജയം പറഞ്ഞു അങ്ങോട്ട് കയറണ്ടെന്ന്. ആ, അങ്ങനെ പറയാൻ സാറിനല്ലേ അവകാശമുള്ളൂ. തിരിച്ചു കയറാൻ പറയാനും സാറിനെ കൊണ്ടേ പറ്റൂ. കുട്ടി ഇരിക്കെ, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ടമ്മേ, പറഞ്ഞില്ലേ എന്റെ അമ്മ സത്യം. പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാതെ എന്റെ അമ്മ പോയ വഴിക്ക് തന്നെ ഞാനും പോവും. ദാ ഈ അമ്മ സത്യം. മഞ്ചാടിക്കുന്നിന്റെ മുകളിലൊരു പെൺകുട്ടിയുണ്ടേ. എന്നെ കാണാത്ത ദിവസങ്ങളുടെ എണ്ണവും നോക്കി മഞ്ചാടിക്കുരുക്കളും മാറ്റി വെച്ചെന്നെ കാത്തിരിക്കും. ആരാ അത്? എന്റെ ഗൗരി, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. ചാവുമ്പോ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അവളെ കൂടെ കൊണ്ടുപോണ്ടേ. ഇനി സങ്കടം പറയാൻ ഉത്തമൻ ഇങ്ങോട്ട് വരില്ലമ്മേ. അതിന് ഉത്തമൻ ഉണ്ടാവില്ല. പറ്റേ, ഇത് എന്റെ അമ്മയുടെ ഇഷ്ടദൈവം ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് അറിഞ്ഞു. കളിമണ്ണാണെങ്കിലും കണ്ണനല്ലേ, എടുത്തു കളയില്ലാന്ന് തോന്നി. ഇനി പ്രാർത്ഥിക്കുമ്പോ ഒരു വാക്ക്, അതൊരു കാവലായിരിക്കും ആരോരും ഇല്ലാത്ത എനിക്ക്. എൺപത്തിനാല്, 84, 85, 85, 86, 86, 87, 87, 88, 88, 89, 100. 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടിട്ടില്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ്. സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്റെ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടുന്ന പെൻഷൻ? കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ, ഓ, മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. എന്താണാവോ? ഉദ്ഘാടനം കഴിഞ്ഞ് മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാലും നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു.
അപ്പൊ പിള്ള ഇസ്മായിലും പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലോ? താൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ. ഉത്തമൻ ആ ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തണോ? ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം, ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ SP ക്ക് എഴുതും. ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 3 അല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനെ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ ഒരു ഓ മിനിറ്റ്. എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അയ്യോ, ഓർമ്മ വന്ന് 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നന്ദി ഞാൻ ശരിയാക്കി തരാടാ. 1 2 ഇതെന്താ എനിക്ക് മാത്രം? അമ്മയ്ക്ക് വല്ല നോയമ്പുണ്ടോ? നോയമ്പൊന്നും ഇല്ലല്ലോ. രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ. ഓ, ഇനി പിണക്കം വല്ലതും ഉണ്ടോ? ഒരാൾക്ക് ഈശ്വരൻ വിളമ്പിയ ഊണ് എന്റെ മോനായിട്ട് തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഈശ്വരൻ നിന്നോട് പൊറുക്കാൻ അമ്മ നോയമ്പ് നോറ്റല്ലേ പറ്റൂ. ഇന്ന് സമയം കിട്ടിയപ്പോ ഭഗവത്ഗീത എടുത്തു വെച്ച് ഒന്നുകൂടെ വായിച്ചിട്ടുണ്ട്. ഓ, ഇപ്പൊ എന്താണാവോ പുതുതായിട്ട് ഈ തലയിലൊക്കെ കയറി വന്നത്? എന്റെ തലയിലേക്കല്ല, ഈ വീട്ടില് നോക്ക്. അയ്യോ, ഇത് ആരിത്? കക്ഷി ഇത് എപ്പോ വന്നമ്മേ? നീ എന്തിനാടാ ആ പാവം പിടിച്ച ചെറുക്കനെ അവിടുന്ന് പിടിച്ചു പുറത്താക്കിയത്? ആരെ? നമ്മുടെ ഗുരുവായൂരപ്പനെ? എനിക്ക് കേക്കണ്ട നിന്റെ തമാശ. പാവം ഇന്നലെ മുതൽ ഉണ്ണാവൃത അത്രേ. ഒന്നുകിൽ അവിടെ തിരിച്ചു കയറാൻ പറ്റുക, ഇല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ വയ്യ ആ ചെക്കൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ. ഓഹോ, ഇതിപ്പോ എവിടെ ചെന്നാലും അവനൊരു തലവേദനയാണല്ലോ. അമ്മയ്ക്ക് അറിയാവോ അവൻ ആരാണെന്ന്? അവനും പോലീസുകാരനാ. അവിടെ ഇപ്പൊ പാസ്പോർട്ട് എൻക്വയറിക്ക് വരെ അവനാ പോകുന്നത്. അത് നിന്റെ പോലീസുകാരുടെ കൊള്ളരുതായ്മ. അവരെ പറഞ്ഞു നന്നാക്ക്, ഇല്ലെങ്കിൽ പറഞ്ഞയക്കേ. പറ്റുമോ നിന്നെ കൊണ്ട്? ആരോരും ഇല്ലാത്ത ഒരുത്തന്റെ കഞ്ഞുകുടി മുട്ടിച്ചു എന്നുള്ള ദൈവദോഷം വേണോ എന്റെ കുട്ടിക്ക്? ആരോ ആവട്ടെ, ഒരമ്മ പെറ്റ കുട്ടിയല്ലേ അവനും. പറഞ്ഞത് നേരാണെങ്കിൽ പട്ടിണിയാവൻ. അതും കേട്ടോണ്ട് എനിക്ക് ഈ ഊണറങ്ങില്ല. പെറ്റ അമ്മ പോലും ഇല്ലാത്രേ അവന് വേണ്ടി സങ്കടപ്പെടാൻ. നീ കഴിച്ചു.